ഹായ് ഓൾ, വെൽക്കം ഓൾ ടു കോമേറ്റ് എഡ്യൂക്കേറ്റർ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ വേറൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, മാർക്കറ്റ് പൊസിഷനിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടാർഗറ്റ് മാർക്കറ്റിംഗ് അതുപോലെ തന്നെ മാർക്കറ്റ് ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക് തൊട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക, ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് പൊസിഷനിങ് ആണ്. സോ മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു നെയിം പോലെ തന്നെ എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ആ ഒരു പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യുക, ഒരു ഡിസ്റ്റിങ്ക്റ്റ് പ്ലേസ് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് പൊസിഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ആൻ ഓവറോൾ സ്ട്രാറ്റജി ദാറ്റ് എയിംസ് ടു മേക്ക് എ ബ്രാൻഡ് ഓക്യുപ്പൈ എ ഡിസ്റ്റിങ്ക്റ്റ് പൊസിഷൻ റിലേറ്റീവ് ടു കോമ്പീറ്റിംഗ് ബ്രാൻഡ്സ് ഇൻ ദ മൈൻഡ്സ് ഓഫ് കസ്റ്റമർ. ഇപ്പോൾ കസ്റ്റമറിൻ്റെ മൈൻഡിൽ കോമ്പീറ്റിംഗ് ബ്രാൻഡ്സിനെ അപേക്ഷിച്ച് എന്താണ് ഒരു ഡിസ്റ്റിങ്ക്റ്റ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുക. സോ ഫിലിപ്പ് കോട്ടർ ഡിഫൈൻസ് ഇറ്റ് ആസ് ദ ആക്ട് ഓഫ് ഡിസൈനിങ് ദ കമ്പനീസ് ഓഫറിംഗ് ആൻഡ് ഇമേജ് ടു ഓക്യുപ്പൈ എ ഡിസ്റ്റിങ്ക്റ്റ് പ്ലേസ് ഇൻ ദ ടാർഗറ്റ്സ് മൈൻഡ്. ഇനി മാർക്കറ്റ് പൊസിഷനിങ്ങിൽ വരാൻ ചാൻസ് ഉള്ള എറേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ എറേഴ്സ് ഇൻ പൊസിഷനിങ്. ഫസ്റ്റ് വണ്ണ് വരുന്നതാണ് അണ്ടർ പൊസിഷനിങ്. എറേഴ്സ് എന്ന് പറഞ്ഞാൽ അണ്ടർ പൊസിഷനിങ്, ഓവർ പൊസിഷനിങ്, കൺഫ്യൂസ്ഡ് പൊസിഷനിങ്, ഡൗട്ട്ഫുൾ പൊസിഷനിങ്. ഈ 4 ടൈപ്സ് ഓഫ് എറേഴ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്നതാണ് അണ്ടർ പൊസിഷനിങ്. എല്ലാം ആ നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അണ്ടർ പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് വെൻ മാർക്കറ്റേഴ്സ് ടേക്ക് ലിറ്റിൽ സ്റ്റെപ്സ് ഫോർ പ്രൊമോഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഡ്യൂ ടു വിച്ച് ബയേഴ്സ് ആർ വെരി ലെസ് അവെയർ അബൌട്ട് ദി ബ്രാൻഡ് ആൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ് പെർഫോമൻസ് ആൻഡ് പോപ്പുലാരിറ്റി. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കേസിൽ മാർക്കറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്സ് ഒന്നും എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആകെ കുറച്ച് എഫേർട്സ് മാത്രം എടുക്കുന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ള അവയർനെസ് കുറവായിരിക്കും. അതുകൊണ്ട് അവർ ആ ഒരു പൊസിഷനിങ് കൃത്യമായിട്ട് നടക്കില്ല. The companies either do not have capacity to promote their product or do not have marketing caliber of performing such role. ചിലപ്പം കമ്പനിക്ക് ആ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു കാലിബർ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അണ്ടർ പൊസിഷനിങ് സംഭവിക്കുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആസിയോസ് ലാപ്ടോപ്സ് അതിനൊരു എക്സാമ്പിളാണ്. ഇനി അടുത്ത ഒരു എററാണ് ഓവർ പൊസിഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അണ്ടർ പൊസിഷനിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഓവറായിട്ട് കസ്റ്റമറിൻ്റെ മൈൻഡിൽ ഒരു സ്പെഷ്യൽ ഫീച്ചർ ആണ് എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കുക. So it refers to the error when marketer makes the product too special, so the potential customer groups becomes too small. അപ്പോൾ ഇവിടെ വരുന്ന കുഴപ്പം എന്താണ്, പൊട്ടൻഷ്യൽ കസ്റ്റമർ ഗ്രൂപ്പ്സ് വളരെ ചെറുതായിരിക്കും. കാരണം കസ്റ്റമേഴ്സ് വിചാരിക്കും ഇത് നമ്മൾക്കൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, ഒരു സ്പെഷ്യൽ പ്രീമിയം പ്രൈസ്ഡ് ആയിട്ടുള്ള സാധനമാണെന്ന് മാർക്കറ്റർ കൺസ്യൂമർ വിചാരിക്കുന്നു. So the buyer believes that the product is meant for a very select audience because it is premium priced. എക്സാമ്പിൾ ആണ് അക്വാഷുവർ. അടുത്ത എററാണ് കൺഫ്യൂസ്ഡ് പൊസിഷനിങ്. ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒരു കമ്പനി തന്നെ ഒരു പ്രൊഡക്റ്റിൽ ഒന്നിലധികം ബെനിഫിറ്റ്സ് പറയുമ്പം ആ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കോൺട്രാഡിക്റ്റ് ആണെന്ന് വിചാരിക്കുക. കോൺട്രാഡിക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് പറയുമ്പം അവിടെ ഉണ്ടാവുന്ന ഒരു എററാണ് കൺഫ്യൂസ്ഡ് പൊസിഷനിങ്. when the company claims 2 or more benefits which contradict each other. അടുത്തതാണ് ഡൗട്ട്ഫുൾ പൊസിഷനിങ്. ഡൗട്ട്ഫുൾ പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ദിസ് ഒക്കേഴ്സ് when doubt arises in the mind of the buyer regarding the company's claim of benefits through the product. അതായത് കമ്പനിക്ക് ബയ്യറിന് കമ്പനി പറയുന്ന ആ പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സിലൊക്കെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പം അത് വളരെ, ഇപ്പം എക്സാമ്പിൾ പറയുന്ന ഹെയർ ഗെയിൻ ഓയിൽ, വെയിറ്റ് ലോസ് മെഡിസിൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇത് കഴിച്ചാലും ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, ഹെയർ ഗ്രോ ആവുമോ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ആവുമോ എന്നൊക്കെ വിചാരിച്ച ഒരു ഡൗട്ട് ഉണ്ടാവുക. ഓക്കെ, സോ കസ്റ്റമേഴ്സ് ഹാവ് ഡൗട്ട് റിഗാർഡിംഗ് ദ പ്രോമിസസ് മെയ്ഡ് ബൈ ദി കമ്പനി. സോ ഇതാണ് 4 ടൈപ്സ് ഓഫ് എറേഴ്സ് ഇൻ പൊസിഷനിങ് എന്ന് പറയുന്നത്: അണ്ടർ പൊസിഷനിങ്, ഓവർ പൊസിഷനിങ്, കൺഫ്യൂസ്ഡ് പൊസിഷനിങ് ആൻഡ് ഡൗട്ട്ഫുൾ പൊസിഷനിങ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് പ്രോഡക്റ്റ്. അപ്പോൾ പ്രോഡക്റ്റ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കുറച്ചധികം തന്നെ നമ്മുടെ സിലബസിൽ കവർ ചെയ്യാറുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് എന്താ പ്രോഡക്റ്റ് എന്നുള്ളത് നോക്കാം. അതിന് കുറേയധികം ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. സോ സിമ്പിൾ ആയിട്ടുള്ള മീനിങ് മാത്രമേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ. Product is a bundle of utilities consisting of various product features and accompanying services.
അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഇപ്പോൾ ഒരു പെൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു പെൻ എന്നുള്ളത് മാത്രമല്ല, ഇറ്റ്സ് എ ബണ്ടിൽ ഓഫ് യൂട്ടിലിറ്റീസ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്. അതിൻ്റെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ സർവീസും ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു കാറൊക്കെ ബൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേരിയസ് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസൊക്കെ ഈ പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അട്രിബ്യൂട്ട്സ് മീൻസ് ക്വാളിറ്റീസ് ഒക്കെ വരാം. ഓക്കെ, സോ എ പ്രോഡക്റ്റ് ഈസ് എ കോംപ്ലക്സ് ഓഫ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ അടുത്ത് പറയുന്നത് കോംപ്ലക്സ് ഓഫ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആട്രിബ്യൂട്ട്സ് ഇൻക്ലൂഡിംഗ് പാക്കേജിംഗ്, കളർ, പ്രൈസ്, manufacturer's prestige, retailer's prestige, and manufacturers and retailers service which the buyer may accept as offering satisfaction of wants or needs. അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ആ ഒരു സാധനം മാത്രമല്ല, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആട്രിബ്യൂട്ട്സ്. എന്തൊക്കെ വരാം അതിൽ? പാക്കേജിങ്, കളറ്, പ്രൈസ്, സർവീസസ്, മാനുഫാക്ചറിൻ്റെ പ്രസ്റ്റീജ്, റീറ്റെയിലറുടെ പ്രസ്റ്റീജ്, എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു ബണ്ടിൽ ഓഫ് യൂട്ടിലിറ്റീസിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പ്രോഡക്റ്റ് എന്താണെന്നുള്ള കാര്യം പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് ഓഫ് എ പ്രോഡക്റ്റ്. എന്തൊക്കെയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്? അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നതാണ്, പ്രോഡക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സിൽ വരുന്നതാണ് ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ. ഇപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആയിരിക്കാം അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ആയിരിക്കാം. ഇൻടാഞ്ചിബിൾ എന്ന് വെച്ചാൽ നമുക്ക് കാണാനോ തൊടാനോ കഴിയാത്തതിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. ഇപ്പം പ്രോഡക്ട്സ് ലൈക്ക് റെഫ്രിജറേറ്റർ, മോട്ടോർ സൈക്കിൾ, ഇതൊക്കെ എന്താണ്? ടാഞ്ചിബിൾ ആണ്. ഇനി ഇൻടാഞ്ചിബിൾ എന്ന് വെച്ചാൽ റിപ്പയറിങ്, ഹെയർ ഡ്രസ്സിങ്, അതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ ആയിട്ട് വരുന്നത്. ഇൻഷുറൻസ് അതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ ആയിട്ട് വരുന്നത്. റിപ്പയറിങ്. ഓക്കെ, അടുത്തൊരു എസെൻഷ്യൽ ആട്രിബ്യൂട്ടാണ് അസോസിയേറ്റഡ് ആട്രിബ്യൂട്ട്സ്. അപ്പം അസോസിയേറ്റഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ വേരിയസ് പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് അക്കമ്പനിയിങ് സർവീസസ്. ഓക്കെ, വേരിയസ് പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് അക്കമ്പനിയിങ് സർവീസസിനെയാണ് നമ്മൾ അസോസിയേറ്റഡ് വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയസ് പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് അക്കമ്പനിയിങ് സർവീസസ്. അപ്പോൾ ഇതിൽ കളറ്, പാക്കേജ്, നേരത്തെ പറഞ്ഞ ബ്രാൻഡ് നെയിം, ആക്സസറീസ്, ഇൻസ്റ്റാളേഷൻ, ഇതൊക്കെ ഇതിൽ വരാം. ഓക്കെ, നെക്സ്റ്റ് എസെൻഷ്യൽ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ ക്വാളിറ്റീസ്, ഫീച്ചേഴ്സ് എന്നൊക്കെ വരാം, ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ. നെക്സ്റ്റ് ആണ് എക്സ്ചേഞ്ച് വാല്യൂ. സോ എ പ്രോഡക്റ്റ് മസ്റ്റ് ബി കാപ്പബിൾ ഓഫ് ബീങ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ അറ്റ് എ മ്യൂച്വലി ആക്സെപ്റ്റബിൾ കോസ്റ്റ്. അപ്പം ഈ ഒരു പ്രോഡക്റ്റിന് ഒരു എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ടായിരിക്കണം. It must be capable of being exchanged between buyer and seller at a mutually acceptable cost. At a mutually acceptable cost-ൽ നമുക്ക് ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് വരുന്ന ആട്രിബ്യൂട്ടാണ് സാറ്റിസ്ഫാക്ഷൻ. So it should be capable of providing satisfaction to customer. So a product should be capable of providing satisfaction to the customer or buyer. അപ്പം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു പ്രോഡക്റ്റിൽ ഉണ്ടായിരിക്കണം. അതും ഒരു എസെൻഷ്യൽ ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് പൊസിഷനിങ്, എറേഴ്സ് ഇൻ പൊസിഷനിങ്, പിന്നെ പ്രോഡക്റ്റിൻ്റെ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോഡക്റ്റ് ലെവൽസ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.